നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഏറെ വേണ്ടപ്പെട്ടവർ വളരെ പെട്ടെന്ന് നമ്മെ വിട്ട് പിരിയുന്നതൊക്കെ തന്നെ നമുക്ക് ഒരിക്കൽ പോലും ആലോചിക്കാൻ കഴിയുന്ന ഒന്നല്ല. നമ്മൾ പലപ്പോഴും അതിനെക്കുറിച്ച് ഭയപ്പാടിലാണ് ജീവിക്കുന്നത് പോലുമെന്ന് യാഥാർത്ഥ്യം എല്ലാവരുടെയും മനസ്സിലുണ്ട്. തീർച്ചയായിട്ടും അത്തരം ചില വാർത്തകൾ കേൾക്കുമ്പോൾ അയ്യോ ദൈവമേ എന്ന് നമ്മൾ പറഞ്ഞു പോകും. ദൈവവിശ്വാസമില്ലാത്തവർ പോലും ഒരു നിമിഷം നമ്മളൊന്ന് ഒരു നിമിഷം നിശബ്ദമായി നിന്നു പോകുന്ന സാഹചര്യം ഉണ്ടാകുന്ന ചില വാർത്തകൾ നമുക്ക് ചുറ്റും എപ്പോഴും ഉണ്ടാകാറുണ്ട്. അങ്ങനെ ഒരു വാർത്തയാണ് കഴിഞ്ഞ ദിവസം വന്നത്. വിവാഹം നടക്കേണ്ട ദിവസം തന്നെ വരൻ മരിച്ച വാർത്തയാണ്. തൃപ്പൂണിത്തുറ ചാത്താരി വിളങ്ങാട്ടിൽ ജോണിൻ്റെ സെന്റ് ആന്റണീസ് ഫോട്ടോസ്റ്റാറ്റ് കിഴക്കേക്കോട്ട മകൻ ജസ്റ്റിൻ വി ജോൺ എന്ന 32 വയസ്സുകാരനാണ് മരിച്ചത്. തിങ്കളാഴ്ചയായിരുന്നു തൃപ്പൂണിത്തുറ സെന്റ് മേരീസ് ഫൊറോണ പള്ളിയിൽ വിവാഹ നിശ്ചയം നടന്നത്. വിവാഹത്തിന് മുന്നോടിയായുള്ള അത്താഴമൂട്ട് ചടങ്ങ് കഴിഞ്ഞ് ശനിയാഴ്ച വൈകിട്ടായിരുന്നു അതിനുശേഷം ശാരീരിക അസ്വാസ്ഥ്യം അനുഭവപ്പെട്ടത്. തുടർന്ന് ജസ്റ്റിനെ ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു. എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് അദ്ദേഹം മരിച്ചത്. മാതാവ് എൽസമ്മ, സഹോദരി ജിനു മേരി ഓസ്ട്രേലിയയിലാണ്. സംസ്കാരം ഇന്ന് 3 മണിക്ക് തൃപ്പൂണിത്തുറ സെന്റ് മേരീസ് ഫൊറോണ പള്ളി സെമിത്തേരിയിലാണ് നടക്കുന്നത്. എന്തായാലും വളരെ വേദനയോട് കൂടിയാണ് ഈ ഒരു വാർത്ത നമുക്ക് മുന്നിലെത്തുന്നത്. അതായത് വിവാഹം നടക്കേണ്ട ദിവസമാണ് അദ്ദേഹത്തിൻ്റെ മരണം സ്ഥിരീകരിച്ചത്. അദ്ദേഹം രോഗബാധിതനായിരുന്നു. പെട്ടെന്നാണ് കുഴഞ്ഞു വീഴുകയും മരണം സംഭവിക്കുകയും ഒക്കെ ചെയ്യുന്നത്. മറ്റ് വിശദാംശങ്ങൾ ഈ ഒരു വാർത്തയുമായി ബന്ധപ്പെട്ട് വരുന്നില്ല എന്നുള്ളതാണ്. ഇതുപോലെ തന്നെയാണ് മറ്റൊരു കുട്ടിയുടെ, ഒരു 10ാം ക്ലാസ് വിദ്യാർത്ഥിയുടെ ഒരു മരണ വാർത്തയും ഇതുപോലെ തന്നെയാണ്. നമുക്ക് പെട്ടെന്ന് സ്കൂളിൽ പോകാം, യൂണിഫോമൊക്കെ ഇട്ട് ഒരുങ്ങി നിന്ന വിദ്യാർത്ഥി പിന്നീട് എഴുന്നേൽക്കാതെ നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. 10ാം ക്ലാസ് വിജയത്തിന് ശേഷം +1 ആദ്യ ക്ലാസ്സിലേക്ക് പോകാൻ യൂണിഫോം അണിഞ്ഞ് തയ്യാറെടുക്കുന്നതിനിടയിൽ കുഴഞ്ഞു വീണ മലയാളി, അതായത് പ്രവാസി മലയാളിയായിട്ടുള്ള വിദ്യാർത്ഥിയാണ് മരിച്ചത്. റിയാദ് ന്യൂ മിഡിൽ ഈസ്റ്റ് ഇന്റർനാഷണൽ സ്കൂളിലെ +1 വിദ്യാർത്ഥിയായ ഹനീൻ അബ്ദുസമദ് എന്ന 15 വയസ്സുകാരനാണ് ചികിത്സയിലിരിക്കെ മരണത്തിന് കീഴടങ്ങിയത്. മലപ്പുറം കൊണ്ടോട്ടി സ്വദേശിയായ ഹസീനൻ 3 ആഴ്ചയായി റിയാദിലെ ആശുപത്രിയിൽ തീവ്രപരിചരണ വിഭാഗത്തിലായിരുന്നു. ചൊവ്വാഴ്ച വൈകിട്ടോടുകൂടിയാണ് ഹനീൻ മരണത്തിന് കീഴടങ്ങിയത്. മലപ്പുറം കൊണ്ടോട്ടി ഐക്കരപ്പട്ടി സ്വദേശിയും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സെക്ഷൻ ഓഫീസറുമായ അഡ്വക്കേറ്റ് പി.കെ. ഹബീബ് റഹ്മാന്റെയും റിയാദിലെ അമീറ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ കെ ഷൈൻ്റെയും മകനാണ്. ഏപ്രിൽ 5-നായിരുന്നു +1 ക്ലാസുകൾ ആരംഭിച്ചത്. 10ാം ക്ലാസ്സിൽ മികച്ച വിജയത്തോടെ പൂർത്തിയാക്കിയ ഹനീൻ വലിയ പ്രതീക്ഷകളോടെയായിരുന്നു ആദ്യ ദിവസം സ്കൂളിലേക്ക് പോകാൻ തയ്യാറെടുത്തത്. യൂണിഫോം അണിഞ്ഞ് ഇറങ്ങാൻ തുടങ്ങവേ വീട്ടിൽ വെച്ച് പെട്ടെന്ന് കുഴഞ്ഞു വീഴുകയായിരുന്നു. ഉടൻ തന്നെ അമീറ യൂണിവേഴ്സിറ്റി ക്യാമ്പസിലെ കിങ് അബ്ദുള്ള ബിൻ അബ്ദുൽ അസീസ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. 3 ആഴ്ചയായി തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയെ തുടരുന്നതിനിടയിലാണ് അന്ത്യം സംഭവിച്ചത്. 10ാം ക്ലാസ് കഴിഞ്ഞ പിതാവും സഹോദരൻ നാട്ടിലേക്ക് മടങ്ങിയപ്പോൾ ഉമ്മയ്ക്കും അനിയത്തിക്കും കൂട്ടായി റിയാദിൽ തുടരാൻ തീരുമാനിച്ച ഹനീൻ കുടുംബത്തിന്റെ വലിയ താങ്ങായിരുന്നു. പഠനത്തിന് പുറമെ ഫുട്ബോളിലും ഖുറാൻ ഹൃദ്യസ്ഥമാക്കുന്നതിലും ഹനീൻ ഏറെ താല്പര്യം കാണിച്ചിരുന്നു. സഹോദരങ്ങൾ ഹാദി അബ്ദുൾ റഹ്മാൻ ഹൈദരാബാദ് സെൻട്രൽ യൂണിവേഴ്സിറ്റി വിദ്യാർത്ഥിയാണ്. അതുപോലെ തന്നെ ഹയ ഹബീബ് റിയാദ് ന്യൂ മിഡിൽ ഈസ്റ്റ് സ്കൂൾ വിദ്യാർത്ഥിനിയാണ്. മൃതദേഹം റിയാദിൽ തന്നെ ഖബറടക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ റിയാദ് KMCC വെൽഫെയർ വിങ്ങിന്റെ നേതൃത്വത്തിൽ പുരോഗമിച്ചു. കൗമാരക്കാരനായ ഹനീന്റെ വിയോഗം പ്രവാസി സമൂഹത്തിന് നോവായി മാറിയിരിക്കുകയാണ്. തീർച്ചയായും ഇത്തരത്തിൽ നമ്മുടെ കൺമുന്നിൽ നിന്ന് മാഞ്ഞു പോകുന്നത് പോലെ പോകുന്നത് നമുക്ക് ഒരിക്കലും സഹിക്കാൻ പോലും കഴിയുന്നതിനപ്പുറമുള്ള വാർത്തകളാണ് എന്ന് നമ്മൾ പറയുകയാണ്. ഒരിക്കൽ പോലും ആരുടെയും ജീവിതത്തിൽ ഉണ്ടാകരുതെന്ന് മാത്രമേ നമുക്ക് പ്രാർത്ഥിക്കാൻ സാധിക്കുള്ളൂ.